ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, ഒരിക്കൽ കൂടി ഏറ്റവും പാവനമായ ഈ ദേവാലയത്തിൽ വന്ന് ദൈവവചനം സംസാരിക്കുവാനിടയാക്കിയ ദൈവ കരുണയ്ക്ക് മുമ്പിൽ നമ്ര ശിരസ്കനാവുന്നു. സ്നേഹ സന്ദേശമെന്ന സഞ്ചാര സുവിശേഷ വിഭാവനം ചെയ്ത് നടപ്പിൽ വരുത്തിയ ആദരണീയനായ ഗുരുശ്രേഷ്ഠൻ അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ പ്രദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിലും നമ്മൾ ശിരംസ് നമിക്കുന്നു. ഒരു മനുഷ്യന് മറ്റൊരു മുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ മനുഷ്യനിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഒരു മനുഷ്യന് മറ്റൊരു രൂപം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സംശയം കുറച്ചുകൂടെ കൂടും. എന്നാൽ ഒരു മനുഷ്യന് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ സാധിക്കുകയില്ല, എങ്കിലും മനുഷ്യനായി അവതരിച്ച ദൈവത്തിന് മറ്റൊരു മുഖവും മറ്റൊരു രൂപവും ഉണ്ടെന്ന വ്യക്തമായ ഒരു വലിയ അനുഭവം മനുഷ്യരുടെ ആത്മീയ ജീവിതത്തിൽ ഒരുതരം ഉന്മാദം, ഒരു എസ്റ്റസി, സ്പിരിച്വൽ എസ്റ്റസി ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള ആന്തരികാർത്ഥങ്ങളുള്ള, അതിൻ്റെ ബാഹ്യ സ്ഫുരണങ്ങളുള്ള ഒരു ജീവിതാനുഭവം. അതിലെ ചില ചിന്തകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനാണ് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഓഗസ്റ്റ് മാസം 6-ാം തീയതി സഭ ആഗമനമായി ആഘോഷിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ഒരു വലിയ ദിനം, നമ്മളത് പെരുന്നാളായി ആഘോഷിക്കുന്നു. മറുരൂപ പെരുന്നാൾ, യേശുവിൻ്റെ മറ്റൊരു രൂപത്തെ സംബന്ധിച്ച പെരുന്നാളാണ്. യേശുവിൽ കൂടി ലോകത്തിൽ പ്രത്യക്ഷമായ ദൈവത്തെ നാം അറിയുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു പ്രത്യേകത, നമ്മളിൽ നിന്ന് വിഭിന്നമായി അധികമൊന്നും മറച്ചു ഇല്ലാത്ത ഒരു ദൈവത്തെയാണ് ക്രിസ്തുവിൽ കൂടെ നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പുള്ള ധ്യാനത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ദൈവമെന്ന പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഏത് ഭാവനയിൽ ഉണ്ടാകുന്നതായ ഒരു സങ്കല്പത്തിൽ നമ്മളിൽ നിന്ന് അകൽന്ന, നമ്മളിൽ നിന്ന് ശക്തിയേറിയ, നമ്മെപ്പോലെ ആയിരിക്കുകയില്ല എന്ന് വ്യക്തമായി ധരിച്ചാണ് ദൈവത്തെ നാം ആരാധിക്കുന്നതും വന്ദിക്കുന്നതും അവനോട് പ്രാർത്ഥിക്കുന്നതുമെല്ലാം. എന്നാൽ ക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായി ലോകത്തിൽ അവതരിച്ചപ്പോൾ മറ്റ് തരത്തിലുള്ള മാർഗങ്ങളിൽ കൂടെയല്ല ദൈവം ലോകത്തോട് ഇടപെട്ടത്. മനുഷ്യ അവതാരം ചെയ്തു. ഇത് വെറും അവതാരമല്ല, ഇൻകാർണേഷൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യ അവതാരമാണ്. എന്നാൽ യേശു തമ്പുരാൻ ജീവിച്ചിരിക്കുമ്പോൾ താൻ മഹത്വമേറിയ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള അഭൗമികമായ യാതൊരു തരത്തിലുള്ള പ്രകടനങ്ങളോ പ്രഖ്യാപനങ്ങളോ ഒന്നും യേശു തമ്പുരാൻ നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ദൈവത്തിൻ്റെ പുത്രനായിരിക്കെ മനുഷ്യനായി അവതരിച്ച് സ്വയം മനുഷ്യപുത്രൻ എന്ന് മാത്രം വിശേഷിപ്പിച്ച ദൈവത്തിൻ്റെ പുത്രനെ ഒരു പ്രത്യേകമായ ജീവിത അനുഭവം, ആ അനുഭവത്തിൽ ദൈവത്തിന് മാത്രമുള്ള ഒരു അനുഭവമാണോ ഇത്? ആണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതവുമായി അധികം ബന്ധം അതിനില്ല. ദൈവത്തിന് അങ്ങനെ മഹിമയും തേജസ്സും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് ആരാധിക്കുമ്പം പറയാനുള്ളത്. പക്ഷെ അതല്ല. യേശു തമ്പുരാന്റെ മനുഷ്യാവതാരത്തിലെ അവിസ്മരണീയമായ അതിമഹത്തായ ജീവിതാനുഭവം വിശ്വാസികളായ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ജീവിതഗന്ധിയായും ജീവിത സ്പർശിയായും തീരുന്നുവെന്നുള്ളതാണ് യേശു തമ്പുരാനിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായി അറിയാൻ സാധിക്കുന്നത്. ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഈ മറുരൂപ അനുഭവം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? എല്ലാവർക്കും സുപരിചിതമായ അനുഭവമാണെങ്കിലും ഞാൻ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് അതൊന്ന് വായിക്കാം. 4 വേദഭാഗങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും,
വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലും കർത്താവിനോടുകൂടെ ആ ഗിരിശൃംഗത്തിലായിരുന്ന പത്രോസ്ലീഹായുടെ 2-ാം ലേഖനം 1-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള 4 ഭാഗങ്ങളിൽ ഈ പ്രധാനമായ സംഭവം വിവരിച്ചിരിക്കുന്നു. എൻ്റെ ചെറിയ അന്വേഷണത്തിലും പഠനത്തിലുമൊക്കെ എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയിട്ടുള്ളത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷമാണ്. അദ്ദേഹം നൽകുന്ന വിവരണം നമ്മുടെ പൊതുവായ അറിവിലേക്ക് ഞാനിവിടെ വായിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുകൾ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനുമെന്ന് താൻ പറയുന്നത് ഇന്നതെന്ന് അറിയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്നു അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്നും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന് ഒരു ശബ്ദം ഉണ്ടായി. ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. അവർ കണ്ടത് ഒന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ വിശേഷത്തിൽ മാത്രമേ ഈ മലയിലേക്കുള്ള കയറ്റം യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുവാനായി പോയി എന്ന് പറയുന്നുള്ളൂ. ശിഷ്യന്മാര് അനുഭവിച്ച ഒരു സംഘർഷം നാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കിയേ. അനേക സന്ദർഭങ്ങളിൽ യേശു തമ്പുരാൻ അധികാരത്തോടുകൂടി സംസാരിക്കുകയും അധികാരത്തോടുകൂടി രോഗസൗഖ്യവും മറ്റത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ ശിഷ്യന്മാരുടെ അടുക്കൽ വെച്ച് തന്നെ യഹൂദമതത്തിലെ മേധാവികളായ പരീശന്മാരും സാദൂക്യരും ശാസ്ത്രിമാരും ഒക്കെ യേശുവിനോട്, നീ എന്ത് അധികാരത്താൽ ഇത് ചെയ്യുന്നു, നീ ആരാകുന്നുവെന്ന് ചോദിച്ചിട്ടുണ്ട്. യേശു തമ്പുരാൻ കാര്യമായ മറുപടി ഒന്നും പറയാൻ അവിടെ പോയിട്ടില്ല. ശിഷ്യന്മാരും ഒരുപക്ഷെ പരിഹാസ്യരായിട്ടുണ്ട്. തങ്ങൾ സകലവും ഉപേക്ഷിച്ച് സകലത്തിൻ്റെയും നാഥനായ യേശുവിൻ്റെ പിന്നാലെ വന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ സംഘത്തിൻ്റെ തലവനും അവരുടെ രക്ഷിതാവുമായ അവരുടെ ഗുരുശ്രേഷ്ഠനെ മറ്റുള്ളവർ വാക്കുകൊണ്ട് കുടുക്കുവാൻ ശ്രമിച്ച് അപഹസിക്കുമ്പോൾ അതിൽ നിന്ന് വേദന ഉൾക്കൊണ്ടിട്ടുള്ള ശിഷ്യന്മാരാ. പക്ഷെ ഇന്ന് ആ ശിഷ്യന്മാരുടെ മുമ്പാകെ സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ അറിയിപ്പ് ലഭിച്ചു. അതുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ നിന്നല്ല, സ്വർഗം തുറന്ന് സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതായി ഈ അരുളപ്പാട് താഴെ ഇറങ്ങി 4 പേരോട് പറയണം എന്ന് ശിഷ്യന്മാർ മനസ്സിൽ ഉറച്ചു കാണും. പക്ഷെ മല ഇറങ്ങുമ്പോൾ തന്നെ ഗുരു അവരുടെ ഹൃത്ത് പിളർക്കുന്ന ഒരാജ്ഞ നൽകി, മൗനമായിരിക്കുക. ദൈവികമായ ഒരു അനുഭവം ഉണ്ടായാൽ 4 പേരോട്, മാലോകരോട് ഇത് പറഞ്ഞില്ലെങ്കിൽ എന്ത് വിശേഷതയാ ഉള്ളത് എന്ന് മാത്രവുമല്ല, 12 ശിഷ്യന്മാരുടെ ഇടയിൽ നിന്നൊരു സ്നേഹക്കൂട്ടത്തിലുള്ള പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നുള്ള ഉൾത്തടത്തിലുള്ളവരെ മാത്രം വിളിച്ചുകൊണ്ട് പോയതാ. അപ്പൊ അവരിത് എല്ലാവരോടും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് വിശേഷത എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. യേശു തമ്പുരാൻ പറയുന്നു, മനുഷ്യപുത്രൻ മഹുദ്ധീകരിക്കപ്പെടുന്നത് വരെയും ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ ആരോടും പറയരുത്. 3 സുവിശേഷങ്ങളിലും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, കീപ് സൈലന്റ് ഫോർ ദ മൊമെന്റ്. സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ മൗദ്ധീകരിക്കപ്പെടുന്നത് വരെയും ഈ സംഭവം ആരോടും നിങ്ങൾ വിവരിക്കരുത്. ഏകദേശം 3 വർഷം കർത്താവിൻ്റെ കാലത്തിന് ശേഷം കർത്താവ് പുനരുദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തതിന് ഏകദേശം 25-30 വർഷത്തിന് ശേഷമാണ് വേദപുസ്തകം എഴുതി അവരുടെ ആരാധന കൂട്ടത്തിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് എല്ലാ സഭാവിഭാഗത്തിൽപ്പെട്ടവരും പൊതുവെ അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നതാണ്.
അങ്ങനെയെങ്കിൽ യേശുദമ്പുരാന്റെ പരശുശ്രൂഷയുടെ 1-ാം വർഷമാണ് തുടങ്ങിയെങ്കിൽ ഏകദേശം ഒരു 30 വർഷത്തോളം ആരോടും പറയാതെ ഈ ദിവ്യമായ അനുഭവം പത്രോസും യാക്കോബും യോഹന്നാനും ഹൃദയത്തിലിങ്ങനെ സംഗ്രഹിച്ച്, അതിനെക്കുറിച്ച് ചിന്തിച്ച്, അതിനെക്കുറിച്ച് ധ്യാനിച്ച്, അതിനെക്കുറിച്ച് ആവേശം കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ എന്ത് അധികാരത്തിലാണ് ഇത് പ്രസംഗിക്കുന്നത്, അവനെ എന്തുകൊണ്ട് നിങ്ങൾ ഇവന്റെ യേശുദമ്പുരാനെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് ചോദിക്കുന്ന സംശയാലുക്കളായ ആളുകളുടെ മുമ്പിൽ പത്രോസ് പറഞ്ഞതാവുമല്ലോ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞങ്ങൾ നിങ്ങളോട് ഈ സുവിശേഷം അറിയിക്കുന്നത് കെട്ടുകഥകൾ ചമച്ചിട്ടല്ല. ആളുകൾ പ്രസംഗത്തിലും പുസ്തകത്തിലും സംഭാഷണത്തിലുമൊക്കെ ഫാബിൾസ്, മനുഷ്യനെ മയക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ചിരിപ്പിന്തിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന കഥകൾ മെനയും. This is not the fable that we have fabricated to entice you. ഇതങ്ങനെ യേശുദമ്പുരാനെ കുറിച്ചുള്ള കെട്ടുകഥ പറഞ്ഞല്ല ഞങ്ങൾ നിങ്ങളോട് ഇത് സുവിശേഷിക്കുന്നത്, മറിച്ച് ഞങ്ങൾ അവന്റെ മഹിമ കണ്ടവർ, ആ വിശുദ്ധ പർവ്വതത്തിൽ വെച്ച് സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതായ വെളിപ്പാട് കേട്ടവർ, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാകുന്നുവെന്ന് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ലഭിച്ച പത്രോസ്ലീഹ പിന്നീട് ലേഖനത്തിൽ ഒരു ഡിഫെൻസീവായിട്ട്, ഒരു അപ്പോളജറ്റിക്കൽ മോട്ടീവോട് കൂടി പറയുമ്പോൾ ഈ ശിഷ്യന്മാരെ ഇത് എത്രമാത്രം ഭരിച്ചു. അവിടെ തന്നെ പറയുന്ന ഒരു വിശേഷണം ഇതാണ്: ശുഭമായ ഒരു നക്ഷത്രം, ശുക്ര നക്ഷത്രം ഒരു ഉദിച്ചു വരുമ്പോഴും, ഒരു വെള്ളി നക്ഷത്രം ഉദിച്ചു വരുമ്പോഴുണ്ടാകുന്ന പ്രകാശം പോലെ അതിന് മുമ്പിലത്തെ ഇരുട്ടിൽ നിങ്ങളെ പ്രകാശത്തിൽ നയിക്കുന്നതിന് വേണ്ടി ഇരട്ടത്ത് കത്തിച്ചു വെച്ച ഒരു വിളക്ക് പോലെയാകുന്നു ഈ അനുഭവം എന്നാണ് പത്രോസ്ലീഹായുടെ ഭാഷ്യം. പ്രിയമുള്ളവരെ, ഈ വെളിച്ചം യേശുവിന് വേണ്ടിയുള്ള വെളിച്ചമായിരിക്കുമോ? Unless this light is conducive and creative for the human beings, especially for the followers of Jesus, it does not make any sense to you and me. Therefore, the light that came from the heaven is a light that shows the path to Christian life. നിങ്ങളെയും എൻ്റെയും ജീവിതത്തിൽ മാറ്റാൻ കഴിയാത്ത ക്രിസ്തുവിൻ്റെ ഈ അനുഭവം നിങ്ങളുടെയും എൻ്റെയും അനുഭവമാക്കി തീർക്കുന്ന, ക്രിസ്തു നമ്മളോട് താതാത്മ്യമാകുന്ന, അതുകൊണ്ടാണ് മനുഷ്യനായി അവതരിപ്പിച്ചത്. ആളുകളെ പേടിപ്പിക്കാനാണെങ്കിൽ സിംഹമായിട്ട് അവതരിച്ചാൽ ആളുകൾക്ക് കുറച്ചുകൂടെ ഹൊററും ടെററും ഒക്കെ വരും. ഒരു ടെററിസ്റ്റായിട്ട് വന്നാൽ ആളുകളെ കുറച്ചുകൂടെ ഭീഷണിപ്പെടുത്താൻ, പേടിപ്പിക്കാം, കയ്യിൽ ആയുധങ്ങളൊക്കെ വേണമെന്നുള്ളേ ഉള്ളൂ. അങ്ങനെയൊന്നുമല്ല ദൈവം കാലത്തേക്കിൽ ഭൂമിയിൽ അവതരിച്ചത്. നിങ്ങളെയും എന്നെയും പോലെ വിശപ്പുള്ള, ദാഹമുള്ള, ക്ഷീണമുള്ള, വേദനയുള്ള, കരയുന്ന, മരണത്തിന് വിധേയപ്പെടുന്ന ദൈവത്തെ ക്രിസ്തുവിൽ കൂടെ നമ്മൾ ഇന്ന് കാണുകയാണ്. ആ ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ്. ഈ അനുഭവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. 4 ലഘുവായ ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, വെളിച്ചവും വെളിപ്പെടുത്തലും തമ്മിലുള്ള ബന്ധമാണ്. വെളിച്ചവും വെളിപ്പെടുത്തലും തമ്മിലുള്ള ബന്ധം. ഈ മലയിലേക്ക് യേശുദമ്പുരാൻ പോയത് പ്രാർത്ഥിക്കുവാനാണ്. പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി. അത് മിന്നുന്ന സൂര്യന്റെ തേജസ് പോലെയായി. വർണ്ണനാതീതമായ അനുഭവമാണെങ്കിലും, അവാച്യമായ ഒരു ജീവിതാനുഭവമാണെങ്കിലും, എന്തിനോടെങ്കിലും ഒന്ന് താതാത്മ്യപ്പെടുത്തണമെന്നുള്ളത് കൊണ്ടാ സൂര്യൻ എന്ന് പറയുന്നത്. എന്ന് മാത്രവുമല്ല, ഇവനൊരു നീതി സൂര്യനാണ്. സകലത്തെയും പ്രകാശിപ്പിക്കുന്നതും ലോകത്തെ മുഴുവനും വെളിച്ചത്തിലേക്ക് നയിക്കുന്നതുമായ ഏക സ്രോതസ് സൂര്യനാകിയാൽ യേശുവിന്റെ മുഖം സൂര്യനെ പോലെ കത്തിജ്വലിക്കുവാൻ തുടങ്ങി. അവന്റെ വ്യക്തിത്വത്തിന് തന്നെ വ്യത്യാസമുണ്ടായത് കൊണ്ട് മുഖത്തിന് മാത്രമല്ല, അവന്റെ വസ്ത്രം പോലും ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്തതുപോലെയുള്ള വെണ്മയുള്ളതായി, ധവളിമയുള്ളതായി, മേന്മയുള്ളതായി അത് ശോഭിച്ചു. പ്രിയമുള്ളവരെ, ഈ വെളിച്ചത്തിൽ ലഭിച്ച ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ എന്താ? മറ്റുള്ളവർ അപഹസിച്ച, മറ്റുള്ളവർ അവരെക്കാൾ നിന്ദ്യനായി കരുതിയ യേശു ഉന്നതമായ ഈ ഗിരിയുടെ മുകളിൽ, ഈ ഉത്തംഗ ശ്രേണിയിൽ എത്തിയപ്പോൾ ഒരു അശരീരിയാണ്. പക്ഷെ അശരീരിയിൽ പറയുന്ന വാക്കുകൾ, അതിൽ പറഞ്ഞ പ്രഖ്യാപനം മനസ്സിലാക്കുമ്പോൾ അതാരായിരിക്കും, ഇവൻ ആരായിരിക്കുമെന്ന് അറിയാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ,
ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. മലയാള ഭാഷയിലെ ആ വിവർത്തനം എത്ര മനോഹരമാണ്. അവന് ചെവി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് നമ്മുടെ ഈ സൗഹാർദ്ദങ്ങളൊക്കെ സംസാരിക്കുന്ന ചെവി അതിവിടെ വെച്ച് തന്നെ കേട്ടാൽ മതി, ചെവി കൊടുക്കണ്ട. ഇതങ്ങനെയല്ല. യേശുതമ്പുരാനെ ശ്രദ്ധിക്കുന്നതിന് നമ്മുടെ ചെവി കൊടുക്കണം. ചെവി കൊടുപ്പീൻ. പത്രോസ്ലീഹ പറയുമ്പോഴത്തേക്ക് ഇവനെ ശ്രദ്ധിപ്പീൻ. ഇത് ആരായിരിക്കും പറയേണ്ടത്? ഒരാൾ പ്രിയപുത്രൻ എന്ന് പറയണമെങ്കിൽ നിശ്ചയമായും ആ പ്രഖ്യാപനം വരുന്നത് പിതാവിൽ നിന്ന് തന്നെയാകണം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ നിങ്ങൾ ശ്രദ്ധിക്കുക, അവന് നിങ്ങൾ ചെവി കൊടുക്കുക. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ വെളിപ്പെടുത്തലാണ്. യേശു തമ്പുരാൻ ആരാണെന്നുള്ളത് നന്നായി അറിയാതെ നമ്മുടെ ആത്മീയ ജീവിതം ശരിപ്പെടുകയില്ല, അത് തരപ്പെടുകയില്ല. നമ്മളെല്ലാം ക്രിസ്തീയ വിശ്വാസികളാണ്. യേശു തമ്പുരാന്റെ മഹത്വം വേണ്ടതുപോലെ അറിയാത്തത് കൊണ്ട് സത്യവിശ്വാസികൾ അനേക തരത്തിലുള്ള പ്രവണതകളിലേക്ക് പോകുന്നു. ഇന്ന് മറ്റേത് കാലത്തേക്കാൾ കൂടുതലാണ്. ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്. മനസ്സിലെ നെമ്പരിപ്പോടുകൂടി ആയിരിക്കും അനേകരും ഇവിടെ വന്നിരിക്കുന്നത്. ആശ്വാസം കണ്ടെത്താനും ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതൊന്നും തെറ്റായ കാര്യമല്ല. നിശ്ചയമായും അത് വേണം. പൗലോസ്ലീഹായും പറയുന്നുണ്ട്, അനേക കാര്യങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കണം. ഞാൻ പ്രസംഗിക്കുമ്പോൾ ദൈവവചനം എനിക്ക് ലഭിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാൽ കാരാഗ്രഹത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രനായി തീരുവാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കും എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്. നിശ്ചയമായും നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ തന്നെ ദൈവത്തോട് പറയേണ്ടതും ഏറ്റവും ആവശ്യമാണ്. എങ്കിലും യേശുക്രിസ്തു ആരാണെന്ന് വ്യക്തമായി തിരിച്ചറിയേണ്ട ഒരു കാലം ഇന്ന് വന്നിരിക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ യേശു തമ്പുരാനെ രുചിച്ചറിഞ്ഞ ആളുകൾ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് മറ്റനേകരിലേക്ക് പോകുന്ന പ്രവണത മുൻകാലത്തേക്കാൾ ഇന്ന് ശക്തമാണ്. നല്ല വിദ്യാഭ്യാസവും ജോലി സാധ്യതയും ഒക്കെയുള്ള നമ്മുടെ യുവജനങ്ങളെ ക്രിസ്തുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ച് മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായ പ്രവണതകൾ മറ്റേത് കാലത്തേക്കാൾ കൂടുതലായി ഇന്ന് വരുമ്പോൾ സ്വർഗത്തു നിന്ന് ലഭിച്ചതായ വെളിച്ചത്തിന്റെ നടുവിൽ നിന്ന് ലഭിച്ചതായ ഈ വെളിപ്പെടുത്തൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പീൻ, ഇവനെ ശ്രദ്ധിപ്പീൻ. ഈ ലോകത്തിൽ മനുഷ്യർക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ഒരു ദൈവമുണ്ടെങ്കിൽ, യേശു തമ്പുരാനല്ലാതെ മറ്റാരുമില്ല. നമ്മൾ നിന്ന് രഹസ്യമായി യാതൊരു ബന്ധങ്ങളും അവനില്ല. അവൻ പ്രാർത്ഥിക്കുവാനായിട്ടാണ് പോകുന്നത്. മറ്റ് ശിഷ്യന്മാരെ കാണാതെ, മറ്റ് സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്ന് രഹസ്യമായി ഒരു ഇടപാടുമില്ലാത്ത യേശു തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ഏകീഭവിക്കുക. ആ യേശു തമ്പുരാനെ ദാ ഇന്ന് കാര്യമായി നിങ്ങൾ ശ്രദ്ധിക്കുവീനെന്ന വെളിപ്പെടുത്തലാണ്. ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ നിങ്ങളും ഞാനും ആരാണെന്ന് പ്രത്യേകമായി അറിയുള്ളൂ. ക്രിസ്തുവിന്റെ അനുയായികളായ നമ്മൾ, നമ്മുടെ നായകനായ, വിശ്വാസത്തിന്റെ സ്ഥിരത വരുത്തുന്നവനായ, നമുക്ക് മുമ്പേ നടക്കുന്നവനായ, വെളിച്ചത്തിന്റെ ഉറവിടമായ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അരുളി ചെയ്ത യേശു തമ്പുരാൻ സത്യപ്രകാശത്തിൽ പിതാവിന്റെ വെളിപ്പെടുത്തൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ നിങ്ങൾ ശ്രദ്ധിപ്പീൻ. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിനെ കാര്യമായി ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ അനേകമായ ഓട്ടങ്ങളുടെ ഇടയിൽ സംഘർഷങ്ങളുടെയും സംഘർഷപൂരിതമായ ജീവിത അനുഭവങ്ങളുടെയും പ്രക്ഷുബ്ധമായ ജീവിതങ്ങളുടെയും ചൂടുപിടിക്കുന്ന ജീവിതാനുഭവങ്ങളുടെ, ദുഃഖങ്ങളുടെ, രോഗത്തിന്റെ, മറ്റ് സാമ്പത്തികമായ ഇടപാടുകളുടെയൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിലേക്ക് തിരിയുന്നതിന്, അവനെ ശ്രദ്ധിക്കുന്നതിന് പകരം അനേക കാര്യങ്ങളിൽ മനുഷ്യൻ അവന്റെ ശ്രദ്ധയും അവന്റെ അധ്വാനവും മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ്. കാഴ്ചയുടെ വിസ്മയ ലോകത്ത് യേശുവിനെ ശ്രദ്ധിക്കുവാൻ, യേശുവിനെ ചെവി കൊടുക്കുവാൻ സാധിക്കാതെ പോകുന്നുവെങ്കിൽ ഇന്ന് അത് തിരുത്തപ്പെടണം. യേശുവിന് ലഭിച്ചതായ ഈ ദിവ്യ അനുഭവം, ഈ പൻപ്രഭയിൽ 1000 സൂര്യനും ചന്ദ്രനും അത് ഒന്നു വീതമേ ഉള്ളൂ, അവരൊന്നിച്ചു ചേർന്നുണ്ടാകുന്ന ദിവ്യപ്രഭ, ആ വലിയ പ്രഭാവലയത്തിൽ നിൽക്കുന്ന യേശു തമ്പുരാനോട് സ്വർഗത്ത് നിന്ന് ലഭിച്ചതായ അരുളപ്പാട് അവന് വേണ്ടി മാത്രമുള്ളതല്ല, നിങ്ങൾക്കും എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ലോകത്തിലെ വെളിപ്പെടുത്തലുകളെല്ലാം പ്രകാശത്തിന്റെ അല്പാൽപമായ പ്രവർത്തനം മൂലം ഉണ്ടാകുന്നതാണ്.
സൗരോർജമൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചതിൻ്റെ ചൂടും പുകയും ഒന്നും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. ചെറിയ ചെറിയ പാനലുകൾ, ഈ പ്രസംഗപീഠത്തിൻ്റെ പാനൽ പോലുള്ള പാനലുകൾ ഉണ്ടാക്കി ഊർജം ഉപയോഗിക്കുന്നതിനുണ്ടായ ഒച്ചപ്പാടുകൾ ഇപ്പോഴും ശക്തമാണ്. അന്വേഷണം, പുനരന്വേഷണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, സത്യപ്രകാശമായ യേശുതമ്പുരാന്റെ വെളിച്ചം അത് നിങ്ങളിലും എന്നിലും ഉണ്ട്. സൂര്യപ്രകാശമല്ല, ദിവ്യപ്രകാശമായ യേശുക്രിസ്തുവിന്റെ അംശം. ഞാൻ പറഞ്ഞുവല്ലോ, വെളിപ്പെടുത്തലിന്റെ എല്ലാം പിന്നിൽ വെളിച്ചത്തിന്റെ ഒരു വലിയ പ്രവർത്തനം ഉണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റ് അങ്ങനെ തന്നെ എനിക്ക് മറ്റൊരാളുടെ മുമ്പിൽ കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ സിറോക്സ് കോപ്പി അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുക്കും. ഫോട്ടോസ് എന്ന വാക്കിന് തന്നെ വെളിച്ചം എന്നാണ് അർത്ഥം. ഈ ഫോട്ടോ കോപ്പി എടുക്കാൻ മെഷീനിലോട്ട് വെച്ച് ഇങ്ങനെ ബട്ടൺ അമർത്തിയിട്ട് പ്രവർത്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അല്ലേ? വെളിച്ചത്തിന്റെ ഒരു ട്യൂബ് അതിൽ കൂടെ ഒന്ന് ഓടിക്കഴിയുമ്പോഴാണ് ഈ ഡോക്യുമെന്റിന്റെ തനി പകർപ്പ് അവിടെ ലഭിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഫ്രോഡ് നടത്തുന്നത് നമ്മുടെ ഇതിൽപ്പെട്ടതല്ല. അപ്പോൾ ഈ ഡോക്യുമെന്റിന്റെ ശരിയായ വെളിപ്പെടുത്തൽ നടത്തുന്നതിന് ഈ വെളിച്ചത്തിന്റെ ആവശ്യം ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ക്രിസ്തുവിനെ പ്രതിബിംബിക്കത്തക്ക രീതിയിലുള്ള വെളിച്ചത്തിന്റെ മക്കളായി നമ്മൾ മാറണം. പ്രകാശത്തിന്റെ മക്കളായി തീർക്കുന്ന ഔദാശികപരമായ പ്രവർത്തനമാണ് മാമോദീസ, ഫോർട്ടിസ്മോസ്. പ്രകാശത്തിന്റെ മകനായി മകളായി നമ്മളെ ആവരണം, അത് അഭിഷേകം ചെയ്ത് ക്രിസ്തീയ സഭയോട് ചേർക്കുക. എങ്കിലും ഈ ലോകത്തിൽ നമ്മുടെ യാത്രയുടെ ഇടയിൽ അനേക തരത്തിലുള്ള മാലിന്യങ്ങൾ ശരീരത്തിൽ കൂടാ. ഇങ്ങനെ എൻ്റെ ശരീരത്തിൽ കയറിയിരിക്കുന്ന മാലിന്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പരിശോധന നടത്തും. അവിടെ ഉപയോഗിക്കുന്നത് എന്താ? എക്സ് റേ. വീണ്ടും വിളിച്ചവ. ഇനി ആന്തരിക അവയവങ്ങൾക്ക് പലയിടത്ത് പോയി പരിശോധിച്ചപ്പോൾ പല റിസൾട്ട് വന്നെങ്കിൽ വീണ്ടും ഗൗരവമേറിയ പരിശോധന വേണം. അതിന് സ്കാനിങ് വേണം. അതിലും ഉപയോഗിക്കുന്നത് എന്താ? പ്രകാശം തന്നെയാണ്. പ്രിയമുള്ളവരെ, പ്രകാശത്തിന്റെ ഫലം എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് സത്യവും നീതിയും സ്നേഹവും ആകുന്നു. പ്രകാശത്തിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുമോ? നമ്മൾ കഴിക്കുന്നതായ പഴം എന്ന ഫലം പോലത്തെ ഫലം പ്രകാശത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. നമുക്കെല്ലാം അറിയാമെങ്കിലും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരികത്തില്ലാത്ത ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. ലോകത്തിലുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാ ഫലമൂലാദികളും ഇങ്ങനെ ഉണ്ടായി വരുന്നതിനും പ്രകാശം ആവശ്യമാണ്. ഫോട്ടോസിന്തസിസ് എന്ന പ്രകാശ സംശ്ലേഷണം, അതിന് ഉപയോഗിക്കുന്നത് സൂര്യപ്രകാശം തന്നെയാണ്. സോ അടിസ്ഥാനപരമായി ദൈവത്തിൽ നിന്ന് വരുന്ന നന്മ, ദൈവത്തിൽ നിന്ന് വരുന്ന വെളിച്ചം ദൈവദത്തമായി, ദൈവിക അംശമായി നമുക്ക് ലഭിക്കുന്നത് മാത്രമാണ് നമ്മളെ നേർവഴിക്ക് നയിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതാവകമായ ഈ ദിവ്യ അനുഭവത്തിൽ നിങ്ങളും ഞാനും പങ്കുകൊള്ളുമ്പോൾ യേശുവിനുണ്ടായ ഒരു രൂപാന്തരം മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും വരേണ്ടതായ പ്രകാശം അടിച്ചിട്ട് പ്രകാശത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ചെയ്യേണ്ട ഒരു വലിയ വെളിപ്പെടുത്തലാണ്. ന്യായവിധിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. പുസ്തകം അവിടെ എഴുതി അത് തുറക്കുമോ ഇല്ലയോ, എൻ്റെ പേര് അവിടെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടാകാം. ന്യായവിധി എന്താണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാമല്ലോ. പക്ഷെ അതറിയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളത് തുറക്കാതെ വെച്ചിരിക്കുകയാണ്. ന്യായവിധി എന്നതോ പ്രകാശം ഈ ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദുഷ്ടതയുള്ളതാകയാൽ പ്രകാശത്തെക്കാൾ കൂടുതൽ അവൻ ഇരുളിനെ സ്നേഹിച്ചതാണ്. അതിന് ജഡ്ജിയുടെ ആവശ്യമില്ല. We should not wait for the judges to give the verdict. We know what is judgment. Judgment is മനുഷ്യന്റെ പ്രവൃത്തി ദുഷ്ടതയുള്ളതാകയാൽ അവന് വെളിച്ചത്തിലേക്ക് പോകുവാൻ താല്പര്യമില്ല. വെളിച്ചത്തെ നേരോടെ പറിച്ചു മാറ്റി വെളിച്ചത്തിൽ നിന്ന് ഓടി ഇരുളിലേക്ക് പോകുന്ന ജീവിതത്തിന്റെ പേരാണ് ന്യായവിധി. അത് സ്വയമായി നമ്മൾ ഇന്ന് തന്നെ ഏറ്റെടുത്തിരിക്കുക. ദൈവത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ഇരുളതാകയാൽ വെളിച്ചത്തെക്കാൾ അധികമായി ഇരുളിനെ സ്നേഹിക്കുന്നതാവും. നമ്മുടെ ചുറ്റുപാട് എവിടെ നോക്കിയാലും ഇരുളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന അനേക നിയമങ്ങളുണ്ട്, അതിന് വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ അതങ്ങനെ വ്യാഖ്യാനിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുമ്പോൾ
ആളുകളുടെ സമ്മർദ്ദം വരും, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, അതിൽ അല്പം വെള്ളം ചേർക്കണം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു നിയമവും ഒരു ഓർഡറോ ഇറക്കിയാലും സമ്മർദ്ദം വരുമ്പോൾ 2 ദിവസം കൊണ്ട് അതങ്ങ് പിൻവലിക്കും. വെളിച്ചത്തേക്കാൾ കൂടുതൽ ഇരുളിൽ ബിസിനസ്സുകൾ നടക്കും. ഇരുളിനെ സ്നേഹിച്ചാൽ അർത്ഥമെന്താണെന്നറിയാത്ത, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാത്ത, വിവേകമില്ലാത്ത മനുഷ്യൻ വാരിക്കൂട്ടുവാൻ, പ്രതാപം നേടുവാൻ, ഉത്തംഗത്തിൽ എത്തുവാൻ വേണ്ടി വെളിച്ചത്തെ വിട്ട് ഇരുളിൽ കൂടി യാത്രയാകുക. അങ്ങനെയുള്ളവരുടെ സംഘം അത് കൂടുകയാണ്. ഇരുളിനെ സ്നേഹിക്കാതെ വെളിച്ചത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ഈ അനുഭവത്തിൽ നിന്ന് ലഭിച്ചതായ അല്പം വെളിച്ചം, let the light, a beam, let it come to our life, നമ്മുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ ഒരു ചെറിയ ഒരു സ്ഫുലിംഗമെങ്കിലും കൊണ്ടുവരുവാൻ സാധിച്ചാൽ നമ്മുടെ തിന്മകളെ, നമ്മുടെ മാലിന്യങ്ങളെ, നമ്മുടെ അശുദ്ധിയെ, നമ്മുടെ ജീവിതത്തിന് ഒരു ഋജുത രേഖ ഉണ്ടാക്കി നമുക്ക് ജീവിക്കാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് ഒന്നാമത് സൂചിപ്പിക്കുവാനായിട്ടുള്ളത്. രണ്ടാമത്, യേശുക്രിസ്തുവിന് ലഭിച്ച ഈ ദിവ്യ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറുരൂപ മലയിലെ ഈ സംഭവം, കർത്താവിൻ്റെ രൂപമാറ്റം നിങ്ങളുടെയും എന്റെയും രൂപമാറ്റത്തിലേക്ക് വെളിച്ചം വീശുക. The transfiguration that Jesus have this day is the same transfiguration that you and me are going to transform, to undergo. നിങ്ങൾക്കും എനിക്കും ഉണ്ടാകാനുള്ളതായ ഒരു രൂപാന്തരത്തെ, ഒരു വലിയ സമൂലമായ പരിവർത്തനത്തിലേക്ക് വെളിച്ചം വീശുകയാണ്. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞുവല്ലോ, യേശുവിൻ്റെ അനുഭവങ്ങൾ നമ്മൾ നിന്ന് വിഭിന്നമാകുകയില്ല. നമുക്ക് ആ ജീവിതത്തോട് നമ്മുടെ ജീവിതത്തെ ഒത്തിരി ചേർത്ത് വെക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തെ യേശുവിൻ്റെ ജീവിതത്തോട് അടുത്തടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ അടഞ്ഞതും തുറന്നതുമായ അനേക അധ്യായങ്ങൾ യേശു തമ്പുരാന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ജീവിക്കാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെയെങ്കിൽ യേശു തമ്പുരാൻ എന്നുണ്ടായതായ മറുരൂപം, ദ മെറ്റാമോർഫോസിസ്, യേശു തമ്പുരാൻ ഉണ്ടായതായ രൂപമാറ്റം, ട്രാൻസ്ഫിഗർ, ട്രാൻസ് മീൻസ് ഉപരിയായ, ഫിഗർ മീൻസ് രൂപം, ദ ഫോം. അങ്ങനെ ഈ രൂപത്തിൽ നിന്ന് വിഭിന്നമായ, ഇതിനെ ട്രാൻസെൻഡ് ചെയ്യുന്നതായ, ഇതിനുപരിയായ ഒരു രൂപം യേശു തമ്പുരാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി തമ്പുരാൻ കാണിച്ചു തന്നിരിക്കുന്ന ഒരു രൂപമാണ് അതെന്ന് നമ്മൾ അറിയേണ്ടതാണ്. ഇവിടെ ഈ വലിയ മലയിൽ, മൗണ്ട് താബോർ എന്ന് വേണമെങ്കിൽ വിളിക്കാം, മല ഏതാണെന്ന് വ്യക്തമായി വേദപുസ്തകത്തിൽ പറയുന്നില്ലെങ്കിൽ ട്രഡീഷണലായിട്ടും മൗണ്ട് താബോർ ആണ് ഈ മലയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ മൗണ്ട് താബോറിലെ, താബോർ മലയിലെ ഈ ദിവ്യ അനുഭവത്തിൽ യേശു തമ്പുരാനും അവിടെ അണഞ്ഞതായ ദിവ്യ പുരുഷന്മാരുടെയും സംസാര വിഷയം മറ്റൊന്നുമല്ല, അവന് യെരൂശലേമിൽ പ്രാപിക്കാനിരിക്കുന്നതായ കടന്നുപോക്ക്. മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് എന്താ? അവൻ അവിടെ പ്രാപിക്കാനിരിക്കുന്ന നിര്യാണം, മരണം എന്നാണ്. മൂലഭാഷയിലുള്ള വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത് എക്സഡോസ് എന്നുള്ള വാക്കാണ്. എക്സഡോസ് എന്ന വാക്കിന് കടന്നുപോക്ക്, പുറപ്പാട്, പുറപ്പെട്ടു പോവുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഈ ലോകത്തിൽ നിന്ന് കടന്ന് മറുലോകത്തിലേക്ക് പോകുന്നത്, ഈ ലോകത്തിൽ നിന്ന് പുറപ്പെട്ട് മറുലോകത്തിലേക്ക് കർത്താവ് പോകുന്നത് കൊണ്ട് നമുക്കിനി അവനെ ആ രീതിയിൽ കാണാൻ സാധിക്കാത്തത് കൊണ്ട്, അവനോട് ബന്ധപ്പെടാത്തത് കൊണ്ട് അവന്റെ നിര്യാണമെന്ന് പറയാമെങ്കിലും അതിനേക്കാൾ അപ്പുറമായി ചിന്തിച്ചാൽ കടന്നുപോക്ക്, അവൻ യെരൂശലേമിൽ പ്രാപിക്കുവാനിരിക്കുന്ന കടന്നുപോക്കെന്ന് തന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കേണ്ടി വരും. അവിടെ അവരുടെ സംസാര വിഷയം ഇതാണ്, യേശു തമ്പുരാൻ യെരൂശലേമിൽ സംഭവിപ്പാനിരിക്കുന്ന കടന്നുപോക്ക്. നിങ്ങളുടെയും എന്റെയും കടന്നുപോക്ക. ആളുകൾ അർത്ഥമറിയാതെ മരണമെന്നും ശവമെന്നും ഒക്കെ വിളിക്കുന്നത് അജ്ഞതയാണ്. യേശുവിനുണ്ടായ അനുഭവത്തിൽ നിന്നൊട്ടും വ്യത്യാസമല്ല യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നെന്നുള്ള ആ ഉറപ്പാണ് ഈ രൂപത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ആർക്കും അന്ന് സാധിക്കുകയില്ല. ഒരല്പമായിട്ടെങ്കിലും കണ്ട ശിഷ്യന്മാര് പറയുന്നത് കർത്താവിനൊരു മറുരൂപം. ഇതേത് രൂപമാണ്? ഇപ്പോൾ കാണുന്നതായ മാനുഷികമായ രൂപത്തിനപ്പുറത്തുള്ള ദൈവം വെളിപ്പെടുത്തിയതായ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്
ദൈവത്തിന് പ്രസാദകമായി തീർന്ന പുത്രന്റെ രൂപമാണ് ഏറ്റവും അവസാനം അവൻ പ്രാപിക്കുന്ന രൂപം. നമ്മുടെ രൂപവും വിഭിന്നമല്ല. കാരണം യേശു പ്രാപിച്ച ഈ രൂപത്തിലേക്ക് നമ്മുടെ രൂപത്തെയും അവൻ മാറ്റും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവൻ തൻ്റെ സകല പ്രവൃത്തികളും പൂർത്തീകരിച്ച് സകലവും പൂർത്തീകരിക്കുന്ന വ്യാപാര ശക്തിയാൽ, അത് പരിശുദ്ധാത്മാവാണ്, വ്യാപാര പവർ, ആ വ്യാപാര ശക്തിയാൽ സകലത്തെയും കീഴടക്കിയ ശേഷം നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ തേജസ്സുള്ള ശരീരം പോലെ അനുരൂപപ്പെടുത്തി രൂപാന്തരപ്പെടുത്തും. വാക്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. ഈ കർത്താവ് തന്നെയാണ് അരുളി ചെയ്തത്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവൻ മരിക്കും, അത് യാതൊരു സംശയവുമില്ല. പക്ഷേ അവസാന നാളിൽ അവനെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ വിശ്വാസം എല്ലാ ജാതികൾക്കും ലോകത്തിൽ ഇല്ല പ്രിയമുള്ളവരെ. ഈ വിശ്വാസം ലോകത്തിൽ തന്റെ ജീവിതാനുഭവത്തിൽ കൂടി കാണിച്ചു കൊടുത്ത യേശുവിന്റെ മറ്റൊരു രൂപം അവിടെ കാണിക്കുക. ഒരു ന്യായമായും ഞാൻ നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുതമ്പുരാൻ ഇന്ന് കണ്ട ഈ രൂപം പോലെ യേശുതമ്പുരാന്റെ ഒരു രൂപം ഈ ശിഷ്യന്മാരിൽ 3 പേരും കണ്ടു മറ്റൊരിക്കൽ കൂടി. എന്നാണത്? യേശുതമ്പുരാൻ ഉദ്ധാനം ചെയ്തതിന്റെ അന്ന് മുറികൾ അടച്ചിരിക്കുമ്പോൾ അകത്ത് കയറിയ കർത്താവിന്റെ രൂപവും സാധാരണ അവർ കണ്ട ഗലീലയിലും യെരുശലേമിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടന്നുപോയ യേശുവിന്റെ രൂപമല്ല, മറ്റൊരു രൂപം, അടച്ചിരിക്കുന്ന വാതിലിനകത്ത് പ്രവേശിക്കുന്ന എ ട്രാൻസ്ഫോംഡ് ബോഡി. ആ രൂപത്തിന്റെ ഒരു പ്രീ ടേസ്റ്റ്, ഒരു മുന്നാസ്വാദനമാണ് ഇന്ന് ഈ മലയിൽ വെച്ച് കർത്താവ് കാണിക്കുന്നത്. ഈ മരിച്ചുപോയ മനുഷ്യരുടെ എല്ലാം അനുഭവം എന്താകും? ഞാൻ രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യ സമയം ചെലവാക്കി മനോഹരമായി അലങ്കരിച്ച് വസ്ത്രമുടിപ്പിച്ച് കൊണ്ടു നടക്കുന്ന ഈ ശരീരത്തിന് ആത്യന്തികമായി എന്ത് സംഭവിക്കുമെന്ന് ഇതുവരെ ആരും ഒരു ഫിസിയോളജിസ്റ്റും പറഞ്ഞിട്ടില്ല, ഒരു സൈക്കോളജിസ്റ്റും പറഞ്ഞിട്ടില്ല, ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല, കാലാകാലങ്ങളിലുള്ള ഒരു തത്വസംഹിതയും പറഞ്ഞിട്ടില്ല. മരിച്ചും മണ്ണടിഞ്ഞും പോകുമെന്ന് മാത്രമേ എല്ലാവർക്കും അറിയുകയുള്ളൂ. പക്ഷേ ഒരു ക്രിസ്ത്യാനി അങ്ങനെ തീരുന്നവനല്ല. നിശ്ചയമായി ഹിസ് ബോഡി ഈസ് ഗോയിങ് ടു ഡീകമ്പോസ്, ഈസ് ഗോയിങ് ടു ദ കമ്പോസ്, ഈസ് ഗോയിങ് ബാക്ക് ടു ദ എർത്ത്. പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകും. കാരണം അതിനാൽ നിർമ്മിതമായ പ്രാകൃത ശരീരമാണ് നമ്മുടേത്. പക്ഷേ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം അവൻ്റേതുപോലെയുള്ള ഒരു ശരീരം എനിക്കും പ്രാപിക്കാമെന്നുള്ള ഏറ്റവും വലിയ പ്രത്യാശ ലോകത്തിന് വിളംബരം ചെയ്ത ഒരു വലിയ സുദിനമാണ് തമ്പുരാന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 6-ാം തീയതി. മറുരൂപ പെരുന്നാളെന്ന് തന്നെ വിളിക്കുന്നതിന്റെ കാരണം അതാണ്. യേശു തമ്പുരാന് മറ്റൊരു രൂപം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളിൽ നിന്ന് അകന്ന് രഹസ്യമായി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാലം കഴിക്കാൻ വേണ്ടി രൂപം മാറ്റിയതല്ല. പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിൽ പോലും തെറ്റുകളുള്ളതാ. പേഴ്സോണ എന്നാൽ ഒരു മാസ്കാ. ആളുകളെ കബളിപ്പിക്കുവാൻ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നല്ല വസ്ത്രമൊക്കെ ഇഴുത്ത് അത്യാവശ്യം സുമുഖനും സുന്ദരനുമായി നവ്യമായ നല്ല ലളിതമായ രീതിയിലൊക്കെ ബിഹേവ് ചെയ്യും. അഭിനയമാണത്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിനകത്തുള്ള ഡേഞ്ചർ, നാട്യം. ഇതങ്ങനെ നാട്യമല്ല, അവന് മറച്ചു വെക്കാനൊന്നുമില്ല, തുറന്നു കാണിക്കുക. പക്ഷേ ശിഷ്യന്മാർക്ക് ഈ രൂപം പൂർണ്ണമായി കാണുവാനോ ഉൾക്കൊള്ളുവാനോ മനുഷ്യരായ അവർക്ക് സാധിക്കുമോ? സാധിക്കില്ല. അതുകൊണ്ടാണ് അവർ നിദ്രിതരായതും പത്രോസ് ഞാൻ എന്താ പറയുന്നതെന്ന് അറിയാതെ തന്നെ 3 കുടിലുകൾ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞത്. ആ അനുഭവം വരുമ്പോൾ നിങ്ങളും പറയും, ഞാനും പറയും, ഈ കൂടാരത്തിൽ ഇരുന്നാൽ മതിയെന്ന്. അങ്ങനെ യേശുതമ്പുരാനുണ്ടായ രൂപവ്യത്യാസം നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ആത്യന്തികമായി ഉണ്ടാകുന്ന രൂപവ്യത്യാസത്തിലേക്കുള്ള ഉറപ്പും അതിനുള്ള നിശ്ചയവും is was guaranteed and warranted. Jesus transformation, the transformed body is guaranteeing our transformation in the end. യുഗാന്ത്യത്തിൽ ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ നിങ്ങൾക്കും എനിക്കും ഉണ്ടാവുമെന്ന് നാം തലമുറകളായി വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മണ്ണോട് ചേർന്ന് ഇനി കാണാനും കേൾക്കാനും ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നതിന് അപ്പുറത്തുള്ള നിത്യജീവനിൽ നാം പ്രാപിക്കേണ്ടതായ നിത്യശരീരത്തെ യേശു തമ്പുരാൻ തന്റെ ജീവിതത്തിലൂടെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഒരല്പമായി കാണിച്ചു തരികയാണ്.
ഈ രൂപമാണ് മകനെ മകളെ നീയും ഞാനും വഹിക്കേണ്ടത്. അതുകൊണ്ട് രോഗം വന്നാലും ദുഃഖം വന്നാലും അംഗവൈകല്യം വന്നാലും ഇനി അവയവദാനം നടത്തിയാലും പരോപകാരം ചെയ്ത് നമ്മൾ കടന്നുപോയാലും our body would not be a deformed body. It is a transformed, it's a glorified body. നമ്മുടെ മഹുദ്ധീകരിക്കപ്പെട്ടതായ ഒരു ശരീരമാണ്. കാരണം എൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണക്കാരനാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരം ഉയർപ്പിലൂടെ തേജസ്കരിക്കപ്പെട്ടതുപോലെ അവനിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെയും എൻ്റെയും ജീവിതാന്ത്യത്തിൽ അവൻ പുനരാഗമനിച്ച് സൃഷ്ടിശക്തിയുള്ളവൻ അരുളി ചെയ്യുമ്പോൾ മണ്ണിൽ മറിഞ്ഞുപോയ ശരീരം പുനരായി ഉദ്ധാനം ചെയ്തു വരും. സ്വർഗരാജ്യത്തിന്റെ ജീവിതത്തിന് അനുയോജ്യമായ ഒരു ശരീരം നിങ്ങൾക്കും എനിക്കും ലഭിക്കും. മൂന്നാമത്തെ ഒരു സന്ദേശം, വിശുദ്ധന്മാരുടെ ഒരു സംഘത്തിലാണ് ദൈവത്തിൻ്റെ വാസം. വിശുദ്ധന്മാരോടുള്ള ഒരു സംസർഗം, ആ സംസർഗം സജീവമാണ്. വിശുദ്ധന്മാരോടുള്ള സംസർഗം സജീവമാണ്. അതാണ് നൽകുന്ന ഒരു വലിയ സന്ദേശം. മോശയും ഏലിയാവും അവർ പ്രത്യക്ഷപ്പെട്ടു. അവരാണ് പ്രത്യക്ഷപ്പെട്ടെന്നുള്ളത് ശിഷ്യന്മാർ എന്നായിരിക്കും അറിയുന്നത്? പിന്നീട് കർത്താവിനോട് അവർ ചോദിച്ചു കാണും, കർത്താവെ അവിടെ വന്നതെന്ന് ഞങ്ങൾ കണ്ടതായ 2 പേര് ആരാന്ന് ശിഷ്യന്മാർ പിന്നീട് ചോദിച്ചപ്പോഴായിരിക്കും യേശു തമ്പുരാൻ പറഞ്ഞത് അവർ മോശയും ഏലിയാവുമാണ്. ഇസ്രായേൽ ജനത്തിനെ മാർഗദീപം നയിച്ചതായ നിയമം മേടിച്ചു കൊടുത്ത മോശ, ദൈവത്തിൻ്റെ വക്താവായി നീതിക്ക് വേണ്ടി പോരാടുന്ന പ്രവാചക ശബ്ദത്തിൻ്റെ ഒരു പ്രതിരൂപമായ ഏലിയാവ് എന്ന് മാത്രവുമല്ല, എൻ്റെ ഒരു ചെറിയ ചിന്തയിൽ മനുഷ്യവർഗത്തെ മുഴുവനെയും പ്രതിദാനം ചെയ്യുവാൻ ഈ 2 തേജസ്വികൾക്ക് സാധിക്കും. 2 തരത്തിലുള്ള മനുഷ്യരായിരിക്കും യേശു തമ്പുരാന്റെ വരവിൽ ലോകത്തിൽ ഉണ്ടാവുക. കല്ലറയിൽ നിദ്ര കൊള്ളുന്നവർ, അതൊരു കാറ്റഗറിയാണ്. കർത്താവ് മേഘാരൂഢനായി വരുമ്പോൾ വിശുദ്ധരായി ഇപ്പോൾ ജീവനോടുള്ള ആളുകൾ അവനോടുകൂടി എടുക്കപ്പെടും. ഈ 2 കാറ്റഗറിയിലാണ്. ദ ഹോൾ ഹ്യൂമാനിറ്റി ഈസ് കാറ്റഗറൈസ്ഡ് ഇൻ 2 categories. Those who are lying in the tomb and those who are saints who are living at the moment. ഇന്ന് ജീവനോടിരിക്കുന്ന വിശ്വാസികളുടെ വിശുദ്ധർ, ആദമിൽ ആരംഭിച്ച മനുഷ്യവർഗത്തെ മുഴുവനെയും ഈ 2 ഗണത്തിൽ ഉൾപ്പെടുത്താം. ഇവരുടെ 2 പേരുടെയും കൂടെ പ്രതീകമാണ് ഈ 2 പേരും മോശയും ഏലിയാവും. മോശ മരിച്ച് കബറടക്കപ്പെട്ട മനുഷ്യനാണ്. ഏലിയാവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർത്താവിന്റെ വരവിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നവരെ പോലെ അഗ്നിത്തേരിൽ സ്വർഗത്തിലേക്ക് മരണം കാണാതെ എടുക്കപ്പെട്ട വ്യക്തിയാണ്. ഇവർ 2 പേരും ദൈവത്തിന്റെ സന്നിധിയിൽ സജീവരാണെന്ന വിശ്വാസികളെ നാം വേദപുസ്തകപരമായി പഠിക്കുകയും മനസ്സിലാക്കുകയും വിശ്വാസത്തിൽ ഉറക്കുകയും ചെയ്യണം. വാങ്ങിപ്പോയവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചും വിശുദ്ധന്മാരോടുള്ള സംസർഗത്തെക്കുറിച്ചും പറഞ്ഞും പഠിപ്പിച്ചും ഇരിക്കെ തെറ്റായ പ്രവണതകളിലേക്കും പഠിപ്പിക്കലുകളിൽ കൂടെ കൊണ്ടുപോയി ആളുകളിൽ സംശയമുളവാക്കി വിശ്വാസത്യാഗം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയല്ല, ഇതിനടിസ്ഥാനമുണ്ട്. യേശു തമ്പുരാൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് 2 വ്യത്യസ്തമായ രീതിയിൽ കടന്നുപോയ പിതാക്കന്മാർ, ഉജ്ജ്വല പ്രഭയുള്ള ഈ ദിവ്യ തേജസ്വികൾ, ഈ വലിയ അഭൗമിക തേജസ്സിന്റെ വക്താക്കളായി ഇവർ 2 പേരും തേജസ്കരിക്കപ്പെട്ടവരായി അവിടെ വന്നിരിക്കുന്നു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ദേ ആർ ഗ്ലോറിഫൈഡ്. അവർ തേജസ്കരിക്കപ്പെട്ടവരായി അവിടെ വന്നിരിക്കുക. യേശു തമ്പുരാന്റെ ഈ ലോകത്തിൽ നിന്നുള്ള മാറ്റമെന്ന ഒരു വേദന നൽകുന്ന ഒരു അനുഭവമാണ്. അല്പം മുമ്പേ നമ്മൾ കണ്ടു, അവരെല്ലാം കൂടിയിരുന്ന് സംസാരിച്ചത് യേശു തമ്പുരാൻ യെരൂശലേമിൽ വരെ ഗലീലയിൽ നിന്ന് യാത്ര ചെയ്ത് ചെല്ലും, അവിടെ നിന്ന് അവൻ എടുക്കപ്പെടും, അവനൊരു കടന്നുപോക്കുണ്ട്. ആ കടന്നുപോക്കിനെ കുറിച്ച് സംസാരിച്ചു. അവന് ധൈര്യം പകരുവാനും ഈ ഗണത്തിലേക്ക് ആ കടന്നുപോക്കിൽ കൂടി അവൻ എത്തുകയാണ്.
യേശുതമ്പുരാന്റെ മരണം യാദൃശ്ചികമായി സംഭവിച്ചതല്ല. അപ്പൊ യേശു തമ്പുരാന്റെ കടന്നുപോക്കെന്ന് പറയുമ്പോൾ യേശുതമ്പുരാന്റെ പുനരുദ്ധാനം അതിൻ്റെ ഇനെക്സ്ട്രിക്കബിൾ പാർട്ടാണ്, അതിൻ്റെ അഭിവാജ്യ ഘടകമാണ്, കടന്നുപോക്കിന്റെ മറുഭാഗം തന്നെയാണ്. ആളുകളൊക്കെ വലിയ കല്ലൊക്കെ എടുത്തു വെച്ച് അവിടെയൊക്കെ സീല് ചെയ്തു കബറിടമെങ്കിലും 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസത്തിൽ അത് പൊളിക്കപ്പെടേണ്ട കബറാണ്. അങ്ങനെ കർത്താവിന്റെ മരണത്തിന്റെ ഭാഗം തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പ്, മനുഷ്യാവതാരത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ കർത്താവിന്റെ കടന്നുപോക്കിന് ശേഷമുള്ള പുനരുദ്ധാനത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ ഈ പ്രിയപുത്രൻ ചേരുന്ന ദൈവത്തിന്റെ ആ അനുഭവത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധന്മാരുടെ ഗണമിങ്ങനെ വരികയാണ്. ഇത് യാഥാർത്ഥ്യമാണ്. ദിസ് ഈസ് നോട്ട് എ ഫാസിനേറ്റിംഗ് സ്റ്റോറി, ദിസ് ഈസ് എ റിയാലിറ്റി accentuated by the Holy Scripture. വേദപുസ്തകത്തിൽ അടിസ്ഥാനമുള്ളതും നമ്മുടെ സഭ പോലെ ഇങ്ങനെയുള്ള ദിവ്യമായ അനുഭവങ്ങൾക്ക് തുല്യമായ അല്ലെങ്കിൽ നല്ല പ്രാധാന്യം നൽകുന്ന സഭയിലെ ആരാധനയും വിശ്വാസവും അടിസ്ഥാനപ്പെടുത്തുമ്പോൾ ഇത് വളരെ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതുമാണ്. വിശുദ്ധന്മാരുടെ സംസർഗം, അവർ ദിവ്യപ്രകാശമുള്ളവരായി അവിടെ അണഞ്ഞതുകൊണ്ടാണ് ഈ പരിശുദ്ധ പിതാക്കന്മാരുടെ എല്ലാം ചിത്രത്തിൽ അവരുടെ മുഖത്തിന്റെ ഭാഗത്തൊരു ഹാലോ, ഒരു വലിയ പ്രകാശ വലയം സൃഷ്ടിച്ചിട്ടുള്ളത്. ഈവൻ ദാറ്റ് ഈസ് ബിബ്ലിക്കലി ബേസ്ഡ്. ഇറ്റ്സ് നോട്ട് ദ ക്രിയേഷൻ ഓഫ് സം ആർട്ടിസ്റ്റ്. അത് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഭാവനയല്ല. വേദപുസ്തകത്തിൽ യേശുതമ്പുരാന്റെ മുഖഭാവം മിന്നിയെങ്കിൽ അവനോട് സംസർഗം ചെയ്യുന്നവരുടെ മുഖഭാവം അവനെ പോലെ തുല്യരായിട്ടേ ഉള്ളൂ. യേശുവിൽ കാണുന്ന ദൈവത്തിന്റെ പ്രത്യേകത, അവൻ വെളിച്ചമാകിയാൽ വെളിച്ചവുമായിട്ട് മാത്രമേ അവന് ബന്ധമുള്ളൂ. ഇരുളിലുള്ള മക്കളോട് അവന് ബന്ധമില്ല. വെളിച്ചത്തിലേക്ക് വരുന്നവരെ ദൈവത്തോടുള്ളൂ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലും പറയുന്നത്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം, ദ ഗാലക്സി ഓഫ് ദ വിറ്റ്നസസ് ദാറ്റ് ഈസ് സറൗണ്ടിങ് us, ഇത്രയും വലിയ ഒരു വിശ്വാസികളുടെ സമൂഹം നമുക്ക് ചുറ്റിലുമുള്ളത് കൊണ്ട് സകല പാപങ്ങളെയും മുറുകെ പറ്റുന്ന എല്ലാ തിന്മകളെയും നമ്മൾ പുറമോട്ട് എറിഞ്ഞിട്ട് ഈ ഗാലക്സിയെ, ഈ വലിയ സമൂഹത്തിന്റെ ഭാഗമാകുവാനുള്ള അഭിവാഞ്ച, ഇതിനുള്ള വിളി നമുക്ക് പ്രിയമായി തോന്നിയാൽ താൽക്കാലികമായി കൊടുക്കൽ വാക്കുകളും വഴക്കുകളും കേസുകളും ഈ അസൂയകളും ഭയം വിദ്വേഷമെല്ലാം എന്നേക്കുമായി ദൂരേക്കെറിഞ്ഞ് ഈ വലയത്തിൽ, ഈ കാന്തിക പ്രഭാവത്തിലേക്ക് വരുവാൻ നമുക്ക് ആഗ്രഹം തോന്നും. ഇത് റിയാലിറ്റിയാണ്, ഇതൊരു വലിയ സത്യമാണ്. ദൈവത്തിന്റെ അടുക്കൽ ഉണ്ട്, വിശുദ്ധന്മാരുടെ ഒരു ഗണമുണ്ട്. വെളിപാട് പുസ്തകത്തിലുണ്ടല്ലോ, 24 മൂപ്പന്മാർ അവിടെ ഇരിക്കുക. നടുക്കിരിക്കുന്നയാൾ ദൈവമാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ദൈവം തന്നെയാ. ഈ പുത്രനും ദൈവവും ആകുന്ന കുഞ്ഞാട് ഈ സിംഹാസനത്തിലിരിക്കുന്ന വലിയ പഴക്കം ചെന്ന വിശുദ്ധൻ ദൈവം തന്നെയാണ്. ആ വിശുദ്ധന്റെ മുമ്പിലേക്ക് അവന്റെ തേജസ്സൊന്ന് വികസ്കരിക്കുമ്പോൾ ഈ വിശുദ്ധരായി വന്ന ആളുകൾ തന്നെ ആ പ്രഭ കാണാൻ പേടിയായതുകൊണ്ട് അവര് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ കിരീടമൊക്കെ താഴെ വെക്കുക. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു വലിയ സമൂഹം നമ്മളെ മാടി വിളിക്കുന്നുണ്ട്, നമ്മളോട് കൂടെയുണ്ട് എപ്പോഴും. അത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. വിശുദ്ധന്മാരോടുള്ള സംസർഗം, ആദ്യമേ ഞാൻ സൂചിപ്പിച്ചതുപോലെ വെളിച്ചവും വിശുദ്ധന്മാരും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം, they have a share, they have a part, they take part in the domain of the light. വിശുദ്ധന്മാർക്കുള്ളതാ. നമ്മൾ അതിലാണെങ്കിലേ നമുക്കതിലുള്ളൂ, അല്ല നമ്മളെല്ലാം ഇതിന്റെ ഗണത്തിലുണ്ടെന്നൊക്കെ പറയാമെന്നുള്ളതേ ഉള്ളൂ. വിശുദ്ധന്മാർക്കൊരു അവകാശമുണ്ട്. അതെന്താ അവകാശമാ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമായി പറയുകയാണ്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. അതാണ് ആ ഹാലോയിൽ നമ്മൾ കാണുന്നത്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ വസിക്കുവാനുള്ള അവകാശമുണ്ട്. ദൈവം വെളിച്ചമാകിയാൽ അവന്റെ അടുക്കിലേക്ക് വരുന്നവരെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളാകും. ഇരുട്ടിന്റെ മക്കളല്ല, വെളിച്ചത്തിന്റെ മക്കൾ. ആ ഒരു അവസ്ഥ മോശയ്ക്കും ഏലിയാവിനും ദൈവം നൽകിയ സൗഭാഗ്യം കൊണ്ട് ലഭിച്ചുവെങ്കിൽ
നിങ്ങൾക്കും എനിക്കും അതുണ്ട്. നാം സഞ്ചരിക്കുന്നതും അവരുടെ പാതയിലാണ്, നാം കടന്നു പോകുന്നതും അവരുടെ പാതയിലാണ്. അതുകൊണ്ടായി ഈ വെളിച്ചം ജീവിച്ചിരിക്കുമ്പോൾ നഷ്ടപ്പെടുത്തിയ ഒരു വലിയ കുബേരൻ ഇല്ലേ? കുബേരന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇല്ലേ? എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയിട്ട് പിന്നെ സ്വർണ്ണ കട്ടില് കസേര എന്ന് മാത്രമല്ല, എല്ലാം കൂടി ഉരുക്കി ഒഴിച്ചൊരു ഉടുപ്പും തയ്പ്പിച്ച ഒരുത്തൻ പൂനെയില്. ചില ആളുകൾ വിചാരിക്കുന്നതും വിളിക്കുന്നതും അദ്ദേഹത്തെ സമ്പന്നനെന്നും നല്ല ആളെന്നാണ്. അവന് വേദപുസ്തകത്തിൽ പറയുന്ന പേരാണ് ഭോഷൻ. വിവേകമുള്ളവൻ ചിന്തിക്കാൻ വേണ്ടി പറയുക. ദിസ് ഈസ് നോട്ട് എ ജഡ്ജ്മെന്റൽ ഓർ ദിസ് ഈസ് എ റിപ്രിമാൻഡൽ സ്റ്റേറ്റ്മെന്റ്. ബട്ട് വിവേകമുള്ള വിശ്വാസികൾ മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരേണ്ടതിനും പരോപകാരം ചെയ്ത് ജീവിക്കേണ്ടതിനും വേണ്ടി വെളിച്ചം നൽകുവാൻ ഈ ഉടുപ്പുണ്ടാക്കി കഴിഞ്ഞ 3 മാസം പോലും അവന് ജീവിക്കാൻ പറ്റിയില്ല. സ്വന്തം മകന്റെ മുമ്പിൽ വെച്ച് ഈ മാർഗം, നീ ഉപയോഗിച്ച മാർഗം ലക്ഷ്യത്തിലെത്തി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മാർഗം ആ ലക്ഷ്യത്തെ സാധൂകരിക്കാത്തത് കൊണ്ട് ആ മകന്റെ മുമ്പിൽ വെച്ച് തന്നെ അപ്പനെ കൊല്ലേണ്ടതായിട്ട് വന്നു. കൊന്നുവല്ലോ പ്രിയമുള്ളവരെ. ഈ ഉണ്ടാക്കിയതെല്ലാം എന്താ? നീ സർവ്വതും നേടി, കളപ്പുരകളൊക്കെ പൊളിച്ച് മേലോട്ട് പണിഞ്ഞു. You have amassed and accumulated the wealth, but if God is asking for the soul, what shall you say to him? ഇന്ന് ദൈവം നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ, ഇത് ഭീഷണിപ്പെടുത്താൻ പറയുന്നതല്ല, നിത്യയാഥാർത്ഥമായി വേദപുസ്തകത്തിലുള്ളതും വിശ്വാസികൾ വിശ്വാസപൂർവ്വം ഹൃദയത്തിൽ താലോലിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഉണ്ടാകുന്നതായ ദിവ്യ വെളിച്ചമാണ്. അങ്ങനെ ഈ ദിവ്യ വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്ന ഈ ദിവ്യ അഭൗമിക പ്രകാശമുള്ള ഇവർ വെളിച്ചത്തിന്റെ അവകാശമുള്ളവരെ പോലെ നമുക്കും വെളിച്ചത്തിന്റെ മക്കളാകുവാൻ തക്കവണ്ണം സാധിക്കണം. ആത്യന്തികമായി നമ്മുടെ എല്ലാ മാലിന്യങ്ങളും, നമ്മുടെ എല്ലാ കാലുഷ്യങ്ങളും അതെല്ലാം ചെകഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അതിനെയെല്ലാം ഉച്ചാടനം ചെയ്ത് പ്രകാശത്തെ കൂടുതൽ പ്രസരിപ്പിക്കുന്നതാക്കി, കൂടുതൽ ഉജ്ജ്വലകാന്തിയുള്ളതാക്കി ആ ദൈവത്തിന്റെ സംസർഗത്തിലേക്ക്. ദൈവത്തിന്റെ ആഗ്രഹം അതാ. ഏദൻ തോട്ടത്തിൽ ദൈവം ഇറങ്ങി വന്നു. ദൂരെ ഇരിക്കുന്ന ആളിന്റെ ചെക്കൻ ഡ്രാഫ്റ്റും ശബ്ദവും ഒന്നും പോരാ. മരത്തിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ആദാം അവിടെ ഇരുന്ന് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ്സ് നോട്ട് ഇനഫ്. അത് ശബ്ദം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് വേണ്ടത് വിശുദ്ധ സംസർഗം. അതുകൊണ്ടാണ് അവന്റെ ശരീരവും അവന്റെ രക്തവും നമുക്കൊക്കെ ചവച്ചരച്ച് തിന്നത്തക്ക രീതിയിൽ ഭക്ഷണവും പാനീയവുമായി തന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ കലർന്നു, നമ്മൾ അവന്റെ ജീവിതത്തിലേക്ക് ഒട്ടിച്ചേർന്നു. അങ്ങനെ വിശുദ്ധ സംസർഗത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവ യേശുക്രിസ്തുവിന്റെ സൂര്യ തേജസ് കണ്ട ഈ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ കാപഠ്യങ്ങളെയും കാലുഷ്യങ്ങളെയും മാലിന്യങ്ങളെയും കഴുകിക്കളയാൻ കൂടി ശ്രമിക്കണം എന്ന ഒരു വലിയ സന്ദേശവും യേശുക്രിസ്തുവിന്റെ ഈ ദിവ്യമായ അനുഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അവസാനമായി, നാലാമതായി, ഈ ദിവ്യമായ അനുഭവത്തിന് ഒരു കടന്നുപോക്ക് ആവശ്യമാണ്. An exodus. The journey is inevitable for this transformation. അത് മരണമെന്ന അർത്ഥത്തിലാകാം. നമ്മൾ ഇന്ന് പരിചിതമായിരിക്കുന്ന ജീവിത സാഹചര്യം എന്നുള്ള ഒരു കംപ്ലീറ്റ് ടേക്ക് അവേ, അതിൽ നിന്ന് തികച്ചും നമ്മൾ മാറിപ്പോകുന്ന ഒരു അനുഭവവും ഒരു മരണമാണ്. ഗർഭപാത്രത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ശരിക്കും അവിടെ ഒരു വലിയൊരു വിച്ഛാടനമാണ് ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെ ഈ ലോകത്തിൽ നിന്ന് അടുത്ത ലോകത്തിലേക്ക് പോകുമ്പോൾ അതിനെ മാത്രം നമ്മളെല്ലാം പെട്ടെന്ന് മരണം എന്ന് വിളിക്കുന്നു. അമ്മയുടെ വയറ്റിൽ നിന്ന് ആ ലോകത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ആ കുഞ്ഞിനെ മരിച്ചു എന്ന് പറയുന്നില്ല, ജീവനോടിരിക്കുക നമ്മളെല്ലാം. ഈ ലോകത്തിൽ അങ്ങ് പരിചയിച്ചു പോയത് കൊണ്ട്, കണ്ടും കേട്ടും കൊടുത്തും വാങ്ങിയും അങ്ങ് പരിചിതമായ കൊണ്ടത്, ഇതിനോടങ്ങ് ഒത്തിരി അങ്ങ് അക്ലിമറ്റൈസ് ചെയ്ത് നമ്മൾ ഇതിനോടങ്ങ് ഏകീഭവിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്നുള്ള വേർപാടെന്ന് പറയുമ്പോൾ ആളുകൾക്ക് പേടിയാ. പക്ഷെ വിട്ടുപോകും. എത്ര നമ്മൾ പിടിച്ചാലും ആരോടും യാത്ര ചോദിക്കാൻ കഴിയാതെ ഇന്ന് നീ നാളെ ഞാൻ എന്ന് നമ്മൾ മാറ്റണമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കടന്നു പോകണം. യേശു തമ്പുരാന് പോലും മറുരൂപമലയിലെ മറുരൂപം അല്പമായി കാണിച്ചുവെങ്കിലും യെരൂശലേമിൽ അവന് അനിവാര്യമായ കടന്നുപോക്ക്, അവന്റെ നിര്യാണത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. സോ ഇവൻച്വലി വാട്ട് ഈസ് ദ മെസ്സേജ്? നിങ്ങൾക്കും എനിക്കും ഈ അനുഭവത്തിൽ നിന്നൊരു കടന്നുപോക്ക്, മരണമെടുക്കാം. പൗലോസ്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ സവിസ്തരമായി പറയുന്നത് 44 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ 46-ാമത്തെ വാക്യത്തിൽ പറയുന്നത്,
പ്രാകൃത ശരീരമാണ് ആദ്യമേ, അല്ലാതെ സ്വർഗീയ ശരീരമല്ല. പ്രാകൃത ശരീരം എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായ ശരീരം, മരണത്തിനും വീഴ്ചയ്ക്കും രോഗത്തിനും ദുഃഖത്തിനും ഒക്കെ ഇടയാകുന്ന ലോലി ബോഡി, ദ ഫീബിൾ ബോഡി, ഇത് ട്രിവിയൽ ബോഡി. ഈ ചെറിയതായ ഈ ശരീരം മരിക്കാതെ ഇതിന് രൂപാന്തരം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ ഉള്ളൂ, കർത്താവ് വരികയും നമ്മൾ വിശുദ്ധരായി രൂപാന്തരപ്പെടുകയും ചെയ്താൽ മരണത്തെ ഒഴിവാക്കാം. അപ്പോഴും ഒരു കടന്നുപോക്ക് നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. യേശു തമ്പുരാൻ ലോകത്തിന് നൽകുന്ന പ്രത്യാശ, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കെൽപ്പുള്ളവനായി തീർന്നത് കുരിശ് കാണിച്ചിട്ടല്ല, കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഈ മരുഭൂമലയിൽ കാണിച്ച രൂപത്തിന്റെ ശാശ്വതമായ ഒരു രൂപമായി അതേ രൂപത്തിൽ വീണ്ടും അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. This gives us the hope. This gives us the faith in Jesus Christ. അവനാണ് ആ വിശ്വാസം സ്ഥാപിച്ചവനും. ഈ പ്രത്യാശയിലാണ് നിങ്ങളും ഞാനും ജീവിക്കേണ്ടത്. നമ്മുടെ രോഗവും ദുഃഖവും കുഞ്ഞുങ്ങളുടെ ആവശ്യവും ഒക്കെ നമ്മൾ പറയുന്നത് താൽക്കാലികമായ ജീവിതത്തെ കുറിച്ച് പറയുന്നതാ. എന്നാൽ ഇതിനപ്പുറത്തേക്കുള്ള ജീവിതം യേശു തമ്പുരാൻ പോലും പ്രാപിച്ചതും നിങ്ങൾക്കും എനിക്കും വാങ്ങിച്ചു തന്നതും ഒഴിവാക്കാൻ കഴിയാത്ത മരണം അവൻ വരിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ഞാനും പള്ളിയിലോട്ട് വരുന്നത് തന്നെ എന്തിനാ? മരണം ഇല്ലാതാക്കാനാണ്. പക്ഷെ യേശു അങ്ങനെയല്ല. യേശു മരണത്തിൽ നിന്ന് ഓടിപ്പോവുകയല്ല, അവനെ ധൈര്യപ്പെടുത്തി ആ മരണം സ്വീകരിക്കുവാൻ, ആ കടന്നുപോക്ക് സ്വീകരിക്കുവാൻ അവന് ഒരുങ്ങി. പ്രിയമുള്ളവരെ, പരിചിതമായ ജീവിതപാതകളിൽ നിന്ന്, പരിചിതമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വേർപെട്ടുന്നതായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഉന്നതമായ ട്രാൻസ്ഫോർമേഷന് വേണ്ടി, ഉന്നതമായ ഒരു രൂപാന്തരത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് അത് എന്ന് വിശ്വസിക്കാനെങ്കിലും നമുക്ക് സാധിക്കേണ്ടതാ. അനേകർക്ക് സാധിക്കുകയില്ല. ചെറിയ കാര്യങ്ങൾ വിട്ടാലേ വലിയ കാര്യങ്ങൾ നമുക്ക് പിടിക്കാൻ സാധിക്കുകയുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ആസ്വാദനം കണ്ടെത്തിയാൽ വലിയതൊരിക്കലും നമുക്ക് ലഭിക്കുകയില്ല. യേശു തമ്പുരാൻ പരിചയിച്ചിരുന്ന സ്ഥലമാണ് ബേത്ലഹേമോ ഗലീലയോ നാസറേത്തോ ഒക്കെ. പക്ഷെ അവൻ അവിടെ നിൽക്കേണ്ടവനല്ല. വിശുദ്ധ ലൂക്കോസിന്റെ വിശേഷത്തിലാണ് അത് സവിസ്തരമായി പറയുന്നത്. 9-ാം അധ്യായം 51-ാം വാക്യത്തിൽ പറയുന്നു, അവന്റെ ആരോഹണത്തിനുള്ള കാലം, ഈശ്വരാന്റെ സ്വർഗത്തിലേക്കുള്ള അനാലംസിസ് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. തിരിച്ച് അവൻ സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള സമയം അടുത്തപ്പോൾ അവൻ യെരൂശലേമിന് നേരെ അവന്റെ മുഖം തിരിച്ച് യാത്ര ആരംഭിച്ചു. അപ്പൊ യേശു അവിടെ കിടന്ന് നല്ല പ്രസംഗമാണെന്ന് പറഞ്ഞ് കയ്യടി മേടിക്കാനുള്ളവൻ, അവിടെ സ്ത്രീകളൊക്കെ അവന് വല്ലതൊക്കെ വെച്ചു കൊടുക്കുമായിരുന്നു. ലൂക്കോസിന് വിശേഷം 8-ാം അധ്യായം 2-3 വാക്യങ്ങളിലുണ്ട്. കർത്താവിനെ പരിചയിച്ച സ്ത്രീകൾ അവർക്കുള്ള വസ്തുക്കളെല്ലാം വിറ്റ് യേശുവിനെ ഗലീലയിൽ ശുശ്രൂഷിച്ചു. അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ കിട്ടി, നല്ല കയ്യടിയൊക്കെ കിട്ടി. ആളുകളോട് പരിചയമുള്ളിടത്ത് അങ്ങനെ കൂടുവാനല്ല, പരിചിതമില്ലാത്ത സ്ഥലത്തേക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാനുള്ള ധൈര്യം വിശ്വാസികൾക്കുണ്ടാകണം. അതിച്ചിരി പ്രയാസമാണ്. വിശ്വാസമുണ്ടോ എന്നൊരു മനുഷ്യനെ ഉരച്ചു നോക്കാൻ ദൈവം ഉപയോഗിച്ച ഏക മാർഗം ഇതാണ്: നീ ഇതെല്ലാം ഉപേക്ഷിച്ച് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഇത്രയും നാളെ നമ്മൾ ഗൂഗിളിൽ എല്ലാം സെർച്ച് നോക്കി, പക്ഷെ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശമെന്ന ഒരു ദേശം കണ്ടിട്ടില്ല. ഉണ്ടോ? എല്ലാ ദേശത്തിനും ആ ദേശത്തിന്റെ പേരുണ്ട്. കാണിപ്പാനിരിക്കുന്ന ദേശമെന്ന ഒരു ദേശം ഒരു ഇൻഡെഫിനിറ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ ഡെഫിനിറ്റ്. എന്നാലും അതിലൊരു അസ്ഥിരതയുണ്ട്, ഒരു ആംബിഗ്വിറ്റി ഉണ്ട്, ഒരു അൺസർട്ടാനിറ്റി ഉണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതം ശരിക്കും എല്ലാം ഒന്നും വ്യാഖ്യാനിക്കുവാനും എല്ലാം ഒന്നും അർത്ഥം കണ്ടെത്താനും കഴിയാത്ത ഒരു വലിയ ഗ്രേറ്റ് മിസ്റ്ററിയാ. നിങ്ങളുടെ ഇതുവരെയുള്ള പ്രായം വെച്ച് നിങ്ങൾ ഇതുവരെ അനുഭവിച്ച എല്ലാ ജീവിതാനുഭവങ്ങൾക്കും തുല്യമായ കൃത്യമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ? ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല. എത്ര ടെക്നോളജി വർദ്ധിച്ചാലും അത് സാധിക്കുകയില്ല. ഇവിടെയും സംഭവിച്ചത് ഒരു വലിയ മിസ്റ്ററിയാ. The great message is shrouded in mystery. അത്
മിസ്റ്ററിയിൽ പൊതിയപ്പെട്ടിരിക്കുക യേശുദമ്പുരാന്റെ ഈ അനുഭവം. എങ്കിൽ പോലും ഇരുട്ടത്ത് പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന, വായിക്ക് അടിച്ചപ്പോൾ, കാരാഗൃഹത്തിൽ പിടിച്ചിട്ടപ്പോൾ, ഇനി ഇവന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആ ആജ്ഞകളെ അതിലംഘിച്ച് ധൈര്യമായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ശക്തി ഞങ്ങളാ വിശുദ്ധ മനയിൽ അവനോട് കണ്ട ദിവ്യപ്രകാശമാണ്. ഞങ്ങൾ കെട്ടുകഥകൾ ചമച്ചല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ ഞങ്ങളിത് നിങ്ങളോട് ഉപദേശിക്കുന്നത്. So this is a first hand information. They are the eyewitnesses of the glory and the splendor that is displayed on the Mount of Horeb or the Mount of Tabor, and they are the witnesses even today around or taking into the consideration all the obstacles, all the blocks, എല്ലാ തരത്തിലുള്ള ഭീഷണികളും വധശ്രമങ്ങളുടെയും നടുവിൽ അതിൽ വശംവദരാകാതെ ധൈര്യമായിട്ട് അവരെ കൊണ്ടുപോയത് ഈ വെളിച്ചമാണ്. 4 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നു. 1, വെളിച്ചവും വെളിപ്പെടുത്തലും. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു ആരാകുന്നുവെന്ന് വ്യക്തമായി വിശ്വാസ സമ്മതിയിൽ കൂടെ ജീവിതത്തിലൂടെ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ അല്പം കൂടെ ഗൗരവമായും വിശ്വാസപരമായും എടുക്കുവാൻ നമുക്ക് സാധിക്കും. 2, വിശുദ്ധ സംസർഗം ഈ ദിവ്യ അനുഭവത്തിൽ ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ശരീരം രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ദൈവവുമായി യോജിക്കുമ്പോൾ, ദൈവസംസർഗത്തിലേക്ക് അടുത്തു വരുമ്പോൾ, ക്രിസ്താനുഭവത്തിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ നിശ്ചയമായും നമുക്ക് മുമ്പേ പോയൊരു വിശ്വാസികളുടെ സമൂഹമുണ്ട്. ആ സമൂഹം ഇന്നും സജീവമാണ്. നമുക്ക് അവരോടും അവർക്ക് നമ്മളോടും ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുമെന്ന് തമ്പുരാന്റെ ജീവിതം സാക്ഷിയാകുന്നതിനാൽ ആ വലിയ വിശ്വാസ സമൂഹത്തെ അഭയം പ്രാപിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമുക്ക് കർത്തവ്യമുണ്ടെന്നും കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. 3, ഒരു കടന്നുപോക്ക് ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ്. ഈ രൂപാന്തരപരമായ അനുഭവത്തിൽ, ഭൗതികമായ നമ്മുടെ ജീവിതാനുഭവത്തിലായാലും ആത്മീയമായ ജീവിതത്തിലായാലും ഒരു ഉന്നതമായ ഒരു കടന്നുപോക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. യേശുദമ്പുരാനും മറുരൂപത്തിൽ നിന്ന് വീണ്ടും ഉന്നതമായ മറുരൂപത്തിലേക്ക് ഈ മേഘാരൂഢനായി അവൻ കടന്നു പോകുന്നത് മറ്റൊരു രൂപത്തിലാണ്. ഗലീലയിലെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് നടന്ന മനുഷ്യപുത്രൻ എന്ന അപദാനം നേടിയ യേശുവല്ല, രൂപാന്തരപ്പെട്ട ദൈവപുത്രൻ എന്ന ഒരു വലിയ പ്രഖ്യാപനം ലഭിച്ച, വിളംബരവും ഒരു വലിയ സാക്ഷ്യം ലഭിച്ച യേശുവാണ്. ആ അനുഭവം നിങ്ങൾക്കും എനിക്കും കൂടെ യേശുവിൽ കൂടി പങ്കാളിയാണ് എന്നുള്ള സന്ദേശം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. യേശുദമ്പുരാനുണ്ടായ ഈ അനുഭവം നിങ്ങൾക്കും എനിക്കും ജീവിതത്തിൽ ഒരു വെളിച്ചം നൽകുന്നതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു വേദി ലഭിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പഴയ ഈ സെമിനാരിലെ മാനേജർ അച്ഛനോടും മറ്റ് ചുമതലപ്പെട്ടവരോടും നന്ദി അർഹിക്കുന്നു. ഞാനതിലെ ടീം അംഗമായി പ്രസംഗത്തിനൊക്കെയും പോകുമെങ്കിലും ഇങ്ങനെയൊരു വേദി തന്ന ബഹുമാനപ്പെട്ട KK ഗീവറീസ് അച്ഛൻ, കോർഡിനേറ്റർ ഓഫ് സ്നേഹ സന്ദേശം പ്രോഗ്രാം, മറ്റെല്ലാ ശ്രേഷ്ഠരായ ടീം അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.